അങ്ങനെ നമ്മൾ പോളണ്ടിൽ നിന്ന് യാത്ര തിരിച്ച് അടുത്ത രാജ്യമായ ലിത്വാനിയയിലേക്ക് വന്നിരിക്കുകയാണ്. വിന്ററിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ പോളണ്ടിൽ നിന്ന് യാത്ര തിരിച്ച് അടുത്ത രാജ്യമായ ലിത്വാനിയയിലേക്ക് വന്നിരിക്കുകയാണ്. ലിത്വാനിയ എന്ന് പറയുന്നത് പോളണ്ടിൻ്റെയോ മറ്റ് വലിയ രാജ്യങ്ങളുടെ പോലെയല്ല, ചെറിയ രാജ്യമാണ്. ലാറ്റ്വിയ അത്, ലിത്വാനിയ അത്. ഇവിടെ വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവും ട്യൂഷൻ ഫീയും കുറവാണ്. അതേ കാരണം കൊണ്ട് തന്നെ ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ബ്ലോക്ക്ഡ് അക്കൗണ്ടിലെ പൈസ വളരെ ഹൈ ആയതുകൊണ്ട് പല കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ഡെസ്റ്റിനേഷൻസാണ് ലാറ്റ്വിയയും ലിത്വാനിയയും. അതിൽ ലിത്വാനിയയിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട ടൗൺഷിപ്പുകളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടൗൺഷിപ്പുകൾ എന്ന് പറയുന്നത് ഒരുവിധമുള്ള മെയിനായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് നിൽക്കുന്നത് ഈ 2 സ്ഥലങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ കോസ്റ്റൽ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ വിൽനസ് എന്നുള്ള ക്യാപിറ്റൽ സിറ്റികളും നീങ്ങിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് പാർട്ട് ടൈം ജോലികൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും വിൽനസ് തന്നെയാണ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വിൽനസ് എത്തുന്നതിന് 1 മണിക്കൂർ മുന്നുള്ള കുരാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കുരാസ് എന്ന് പറയുന്നതും ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററാണ് വിൽനസിന് മുന്നേ പോളണ്ടിൽ നിന്ന് വരുന്നത്. അതിൽ ഓൾഡ് സിറ്റിയാണ് കുനാസിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഓട്ടം സീസണിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇവിടുന്ന് കാണുന്ന മലകളിൽ പല നിറങ്ങളും ഈ റിവറും എല്ലാമായിട്ട് വളരെ മനോഹരമാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം തന്നെ. അതായത് ഗോത്തിക് സ്റ്റൈലും റിനൈസൻസ് സ്റ്റൈലിലൊക്കെ ഉള്ള വിവിധ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഈ ഒരു ഓൾഡ് ടൗണിൽ കാണാവുന്നതാണ്. അതിൻ്റെ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. നമുക്കൊന്ന് ഓൾഡ് ടൗൺ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ലിത്വാനിയയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിൻ്ററിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ. ഏകദേശം മരങ്ങളിലേക്ക് ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഓട്ടത്തിൻ്റെ ഒരു അവസാന ഫേസ് എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് വളരെ ഇരുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ കൂടുതൽ നേരം ഡേ ടൈം കിട്ടാത്ത ഒരു സമയമാണ് നമുക്ക് വിൻ്റർ എന്നറിയാം. എങ്കിൽ തന്നെ ഈ വിൻ്ററിനെയും ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്പ് ഒരുങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്ന ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ എല്ലാവരും കാണേണ്ട ഒന്ന് തന്നെയാണ്. നോക്കിയാൽ അറിയാം, ഇതിപ്പോൾ ഇഗ്ലൂ പോലത്തെ ചെറിയ ടെൻറ്റുകൾ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അങ്ങനത്തെ ആൾക്കാർക്ക് ഇരിക്കാനും ഡൈൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അതേസമയം എല്ലാ മരങ്ങളിലും തന്നെ ലൈറ്റ്സ് എല്ലാം ഓൺ ആയി കഴിഞ്ഞു. അടുത്തൊരു 1-2 ആഴ്ചയുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും എൻറ്റയർ യൂറോപ്പ് തന്നെ. അത് നമുക്കിവിടെ കാണാവുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ. ശരിക്കും ഒരു കൂടാരം എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റർ സംവിധാനങ്ങളും എല്ലാം വെച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായ രീതിയിൽ ആൾക്കാർക്ക് ഇരുന്ന് ഡൈൻ ചെയ്യാനായിട്ടുള്ളതാണ്. കാരണം വിൻ്റർ ആകുമ്പോഴേക്ക് നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡോഴ്സ് പ്രോപ്പർ ഡോഴ്സും കാര്യങ്ങളാണ്, ഗ്ലാസ് പോലത്തെയാണ് കൂടാരങ്ങളൊക്കെ തന്നെ. ഇതാണ് നമ്മൾ കാണുന്ന ഈ ഒരു ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ബസിലിക്ക എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള കുറാസിലെ ഓൾഡ് ടൗണിലുള്ള ബസിലിക്ക. ഇത് എന്ന് ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ എന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പരിപൂർണമായി കഴിഞ്ഞത് എന്നുള്ളതിന് അൺനോണാണ്. അത് പറയപ്പെടുന്നത് 1413 ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞതെന്നാണ്. വളരെ ഒരു എക്സെപ്ഷണലി ഗുഡായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള വളരെയധികം ആഡംബരങ്ങളോട് അലങ്കരിച്ചിട്ടുള്ള ഒരു ബസിലിക്കയാണത്. നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ എത്തിയപ്പോൾ കണ്ടതാണ്. ആർക്കിടെക്ചറൽ സ്റ്റൈലുകൾ വിവിധ ഇനത്തിലുണ്ട്. ബൊറോക്ക് സ്റ്റൈലുണ്ട്, ഗോത്തിക് സ്റ്റൈലുണ്ട്, റിനൈസൻസ് സ്റ്റൈലുണ്ട്. ഈ ഒരു ബസിലിക്ക പണിതിട്ടുള്ളത് ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ്. നമ്മളിതിൻ്റെ പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് ലക്ഷറിയസ് അല്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്ന്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്.
ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അത് ലൈറ്റ്സൊക്കെ ഇടുമ്പോഴാണ് അതിന് ഏറ്റവും ഭംഗി കിട്ടുന്നത്. ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓഡിയോ വിഷ്വൽസ് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ലൈറ്റ്സ് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് മാക്സിമം നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഭംഗി നമുക്കൊന്ന് പകർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊരു മ്യൂസിയം ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി വിൽനസിൽ എത്ര പവർഫുൾ ആയിരുന്നെന്നും എന്തായിരുന്നു അവരുടെ ചരിത്രമെന്നും കാണിച്ചു തരുന്നൊരു മ്യൂസിയമാണിത്. അതിൽ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അതിന് ശേഷം വന്ന ഡിസ്ട്രക്ഷനും ഹിറ്റ്ലറുടെ ഒരു അറ്റാക്കും ഒക്കെ ആയിട്ട് ഇവിടെ ലിത്വാനിയയിലും ഒരുപാട് അവർക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് റഷ്യൻസും അതുപോലെ തന്നെ പോളണ്ട് ആർമിയൊക്കെ ആയിട്ട്. അതിൻ്റെയൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 10 വർഷം മുന്നേ നടത്തിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള അവശിഷ്ടങ്ങളും കൂടിയാണ് ആ ടൗൺഷിപ്പിൻ്റെ ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലിത്വാനിയൻ പബ്ലിക് യൂണിവേഴ്സിറ്റി മുമ്പിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് സ്ഥലത്തിൻ്റെ പേരാണെന്ന്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇതിനെ അനുകരിച്ചുകൊണ്ട് പേരിടുന്ന ഒരു രീതിയുണ്ട്. അത് ലിത്വാനിയയിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അത്തരം യൂണിവേഴ്സിറ്റീസിലേക്ക് പോകാതെ ഇനി അഥവാ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ആവശ്യത്തിലധികം ഒരു ലെഗസിയുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ലിത്വാനിയൻ പബ്ലിക് യൂണിവേഴ്സിറ്റി മുമ്പിലാണ്. ഇത് ഏകദേശം 450ഓളം വർഷം പഴക്കവും ഒരുപാട് നോബൽ പ്രൈസ് വിന്നേഴ്സും വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ലിത്വാനിയ എന്നുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നല്ല, യൂറോപ്പിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ശതമാനം തന്നെയും ഇത്രയും പഴക്കവും പാരമ്പര്യവും ഉള്ളതും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടറിയാം. ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് യൂറോപ്പിലെന്ന് പറഞ്ഞാലും നമുക്ക് അവിടുന്ന് കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത് റിസർച്ച് വർക്കുകൾക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിലും മാസ്റ്റേഴ്സിന് പോകുന്ന അല്ലെങ്കിൽ എത്തുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല ഓപ്ഷൻസ് നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് മിസ്സാക്കാതിരിക്കട്ടെ. ഈ യു ക്യാൻ ഫ്ലൈ വിത്ത് ദിലീപ് രാധാകൃഷ്ണൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് കുട്ടികൾക്ക് അതിപ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ. വിൽനസ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അതിൻ്റെ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിനെന്നല്ല, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ തന്നെ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ വേറെ രാജ്യത്തായതുകൊണ്ട് ആ രാജ്യത്തെ ആളുകൾക്കാണ് പ്രോമിനൻസ്. അങ്ങനെയല്ല. ലിത്വാനിയ, ലാറ്റ്വിയ പ്രത്യേകിച്ചും ചെറിയ രാജ്യങ്ങളാണ്. അവരുടെ എക്കണോമിക് ഡിപ്പെൻഡൻസ് തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസും ട്രേഡും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊരു മെയിൻ ഇൻഡസ്ട്രി ഒന്നുമല്ല, കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസുള്ള സ്ഥലമൊന്നുമല്ല ലിത്വാനിയ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയുന്ന കുട്ടികൾ, അത് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ, ഏകദേശം ഒരു 65% ഒക്കെ മാർക്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നൊരു യൂണിവേഴ്സിറ്റിയാണത്. അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റിയാണ്, വളരെ വെൽക്കം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കുട്ടികൾ മിസ് ചെയ്യാതെ ഡെഫിനറ്റായിട്ടും അപ്ലൈ ചെയ്യുക, കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ യൂറോപ്പിൽ പഠനത്തിലേക്ക് ഇവിടേക്ക് വരുന്ന നേരത്ത് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ലിത്വാനിയ പബ്ലിക് യൂണിവേഴ്സിറ്റി.